ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗോവിന്ദ് മംഗലശ്ശേരിയിലെത്തി ലച്ചുവിനെ ചികിത്സിക്കുന്ന കാര്യം പറഞ്ഞത് കേട്ട് വസുമതി അമ്മയ്ക്ക് വളരെയേറെ സന്തോഷമാവുന്നു. വസുമതി അമ്മയും ഗംഗാധര പണിക്കരും പറഞ്ഞു, അതിനെന്താ, അങ്ങനെ ഒരു തീരുമാനമാണ് ഗോവിന്ദ് എടുത്തിട്ടുള്ളെങ്കിൽ ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. മൂസലും അതിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ലച്ചുവിനോട് എന്നാ ശരി, ഞാൻ ബാക്കി കാര്യങ്ങൾ സഞ്ജുവിനോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞതും ലച്ചുവിനോട് ഗംഗാധര പണിക്കർ ചോദിച്ചു, എന്താ മോളെ, മോളുടെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചതും ഉടനെ ലച്ചു പറഞ്ഞു, എന്റെ തലവേദന മാറാനല്ലേ, അതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല മുത്തശ്ശ. പിന്നെ സഞ്ജുവേട്ടന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് ലച്ചു പറഞ്ഞത് കേട്ട് ഉടനെ വസുമതി അമ്മ പറഞ്ഞു, ഓ, ഇവിടെ സഞ്ജുവിന്റെ സമ്മതമോ, സഞ്ജുവിന് 100 വട്ടം സമ്മതമാണ്. സത്യത്തിൽ നിനക്കല്ല തലവേദന, നീ ഇവിടെ ഉള്ളത് ഞങ്ങൾക്കാണ് തലവേദന എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ദേഷ്യപ്പെട്ടു പോകുമ്പോ ഉടനെ വസുമതിയോട് ഗംഗാധര പണിക്കർ ദേഷ്യപ്പെടുന്നു. വസുമതി, നിന്നോടാ പറഞ്ഞത് നീ വെറുതെ അനാവശ്യമായി സംസാരിക്കരുതെന്ന് എന്ന് പറഞ്ഞതും, ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പോകുക എന്ന് പറഞ്ഞ് വസുമതി അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ലച്ചു ഈ സമയത്ത് ആകെ വിഷമിച്ചങ്ങനെ നിന്നു. അതിനുശേഷം സഞ്ജുവിന്റെ ഡ്രസ്സെല്ലാം ഉണങ്ങിയതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് നേരെ സഞ്ജുവിന്റെ റൂമിലേക്ക് എത്തിയപ്പോ കഴിഞ്ഞ ദിവസം സഞ്ജു മദ്യപിച്ചു വന്നതിന് ശേഷം തന്നോട് കാണിച്ച ആ സ്നേഹപ്രകടനത്തെ കുറിച്ച് ലച്ചു ഓർമ്മിക്കുന്നു. അത് ഓർത്തുകൊണ്ട് നാണത്തോടെ ലച്ചു അങ്ങനെ നിന്നു. അതിനുശേഷം സഞ്ജു തന്നോട് കാണിക്കുന്ന സ്നേഹം അത് എത്രത്തോളമാണെന്ന് തനിക്ക് മനസ്സിലായെന്നും സഞ്ജുവേട്ടന്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണ് എന്നും എന്റെയോടുള്ള സഞ്ജുവേട്ടന്റെ സ്നേഹം ശരിക്കും എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ട് ലച്ചു നിൽക്കുമ്പോൾ സഞ്ജുവിന്റെ ഡ്രസ്സുകളൊക്കെ ലച്ചു വേഗം മടക്കിയെടുക്കണം. അപ്പോഴാണ് അവിടെ അലക്കി വെച്ചിരുന്ന ഡ്രസ്സുകളുടെ അടിയിലായിട്ട് സഞ്ജുവിന്റെ പേഴ്സ് ഇരിക്കുന്നത് ലച്ചു കണ്ടത്. ദൈവമേ, സഞ്ജുവേട്ടൻ പേഴ്സ് എടുക്കാതെയാണല്ലോ പോയിരിക്കുന്നത്. ഇനിയിപ്പോ കൂടെയാണെങ്കിൽ ശ്രീകുട്ടി ചേച്ചിയും പോയിട്ടുണ്ട്. പേഴ്സില്ല എങ്കിൽ സഞ്ജുവേട്ടൻ എങ്ങനെയാണ് അവിടെ പണം കൊടുക്കുക? പാവം, ഇനിയിപ്പോ ആകെ പ്രശ്നത്തിലാവുമല്ലോ. എങ്ങനെയെങ്കിലും സഞ്ജുവിന്റെ കയ്യിൽ ഈ പേഴ്സ് എത്തിക്കണമല്ലോ എന്ന് ലച്ചു ആലോചിച്ചു. അതിനെന്താ പോംവഴിയെന്ന് ആലോചിച്ചുകൊണ്ട് ലച്ചു അങ്ങനെ നിന്നു. ഉടനെ തന്നെ ലച്ചു ആ പേഴ്സുമായി പോകണമെന്ന് തീരുമാനിച്ചതും മുത്തശ്ശി കണ്ടാൽ എന്നെ വിടത്തില്ലല്ലോ എന്ന് ലച്ചു സങ്കടപ്പെട്ടു. ഉടനെ ലച്ചു ആ പേഴ്സും എടുത്ത് പോകാനായി ഇറങ്ങുമ്പോ വസുമതിയമ്മ കണ്ടു. വസുമതിയമ്മ ചോദിച്ചു, നീ ഇങ്ങോട്ടായി പോകുന്നത്? ഉടനെ ലച്ചു പറഞ്ഞു, ഞാൻ സഞ്ജുവേട്ടന്റെ ഈ പേഴ്സ് കൊടുക്കാനായി പോവുകയാണ്. സഞ്ജുവേട്ടൻ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയിരിക്കുന്നത്. കൂടെ ശ്രീകുടി ചേച്ചിയും ഉണ്ടല്ലോ. പണം കൊടുക്കാനായി നോക്കുമ്പോ പേഴ്സ് കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവില്ല എന്ന് ചോദിച്ചതും ഉടനെ വസുമതിയമ്മ പറഞ്ഞു, അതിനെ കൂടെ ശ്രീകുട്ടി ഉണ്ടല്ലോ, സഞ്ജുവിന്റെ അരികിൽ നീ ഇപ്പൊ ഇത് കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടൻ എന്റെ ഭർത്താവല്ലേ, ഞാൻ എന്റെ ഭർത്താവിന്റെ അരികിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിച്ചതും വസുമതിയമ്മ ചോദിച്ചു, ഭർത്താവോ? ആര്? ഏത് ഭർത്താവോ എന്ന് ചോദിച്ചതും സഞ്ജുവേട്ടൻ എന്ന് പറഞ്ഞത്, ഓ, നിന്റെ ഭർത്താവെന്ന് പറഞ്ഞുള്ള നിന്റെ ഈ പോക്ക്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നിന്നെ ഇങ്ങനെ ഇവിടെ കിടന്ന് വിലസാൻ ഞാൻ സമ്മതിക്കില്ല. അവർ സ്വൈര്യമായിട്ടും സ്വസ്ഥതയോടെയും ഒന്ന് പുറത്തു പോയെങ്കിലും ഇരുന്നോട്ടെ. മര്യാദയ്ക്ക് നീ അകത്തെങ്ങാനും കയറി ഇരിക്കാൻ നോക്ക്. നിന്നെ ഇവിടെ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, അല്ല മുത്തശ്ശി എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്റെ ഭർത്താവിന്റെ അരികിലേക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞതും നിന്റെ ഭർത്താവ് ഇനി മിണ്ടിപ്പോകരുത്, മര്യാദ അകത്ത് കയറി പൊടി എന്ന് പറഞ്ഞ് വസുമതിയമ്മ ദേഷ്യപ്പെട്ടു. പോയില്ല എങ്കിൽ, അല്ലെങ്കിലും നിനക്ക് മുതിർന്നവർ പറയുന്ന അനുസരിക്കുന്ന സ്വഭാവമില്ലല്ലോ, അനുസരണക്കേടാണല്ലോ നിന്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു ലച്ചു ആകെ നിരാശയോടെ അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും വസുമതിയമ്മ മനസ്സിൽ ഉറപ്പിച്ചു, ഒരു കാരണവശാലും ഇവിടെ പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, ഇനി അവളെ ഇവിടെ കിടന്ന് അങ്ങനെ ഒരു വെളച്ചിലെടുക്കുന്നേക്ക് കാണണം എന്ന് ആലോചിച്ചുകൊണ്ട് വസുമതിയമ്മ വാതിക്കലേക്ക് പോകുമ്പോ ലച്ചു ആലോചിച്ചു, ദൈവമേ, ഈ പേഴ്സ് കൊണ്ടുപോയി സഞ്ജുവേട്ടന് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അല്ല, ഇതെങ്ങനെ ഞാൻ കൊണ്ട് കൊടുക്കും എന്നെല്ലാം ആലോചിച്ച് ലച്ചു അങ്ങനെ നിൽക്കുമ്പോ അവിടെ പുറത്തേക്ക് ഇറങ്ങിയ വസുമതിയമ്മ വാതുക്കൽ അങ്ങനെ കാത്തിരുന്നു. ലച്ചു പതുക്കെ വസുമതിയമ്മയുടെ കണ്ണു വെട്ടിച്ച് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് മംഗലശ്ശേരിയുടെ ഓഫീസിലെത്തിയ കവിത ഫയലുകളെല്ലാം നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ദേഷ്യപ്പെടുന്നു. അല്ല, കഴിഞ്ഞ മാസത്തെ വരവ് ചെലവ് കണക്ക് എനിക്ക് കൃത്യമായി കാണണം. ഉടനെ ആ സ്റ്റാഫ് പറഞ്ഞു, മേഡം, ഇത് കൈകാര്യം ചെയ്യുന്ന ഞാനല്ല, ജെനിഫർ മേഡമാണ്. മേഡം ഇന്ന് ലീവാണ്, മേഡത്തോട് ചോദിച്ചാൽ അറിയൂ. അപ്പോഴേക്കും കവിത പറഞ്ഞു, അതെ, ഇതെല്ലാം അറിയാനുള്ള അവകാശാധികാരം എനിക്കുണ്ടെന്നുള്ള കാര്യം തന്നെ നിനക്കറിയാവല്ലോ. പിന്നെ നീ ഇപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞത് അത് തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതും ആ സ്റ്റാഫ് പറഞ്ഞു, അല്ല മേഡം, ഇവിടെ സഞ്ജു സാർ ഉള്ള സമയത്താണ് മേഡം വന്നതെങ്കിൽ സാറിനോട് ചോദിച്ച ഡീറ്റെയിൽസ് അറിയാവല്ലോ എന്ന് പറഞ്ഞു.
ഉടനെ അപ്പൊ സഞ്ജു ഇവിടെ ഇല്ലേ എന്ന് കവിത അന്വേഷിച്ചു. ഇല്ല മാഡം, ഇവിടെ സഞ്ജു സാറും വൈഫും വന്ന് കുറച്ചു നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം അല്പം മുമ്പ് അവർ പുറത്തേക്ക് പോയി എന്നറിയിച്ചു. കവിത അപ്പോഴേക്കും സംശയത്തിലായി. ഓഹോ, എങ്ങനെയോ ലച്ചുവിന്റെ കണ്ണു വെട്ടിച്ച് അവർ രണ്ടുപേരും സ്വകാര്യ നിമിഷങ്ങൾക്കായി പോയിരിക്കുകയാണ്. കൊള്ളാം, രണ്ടുപേരും കൂടെ ലച്ചുവിന്റെ കണ്ണു വെട്ടിച്ച് സല്ലപിക്കാനായി ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ആലോചിച്ച് അങ്ങനെ കവിത നിൽക്കുമ്പോ ഉടനെ സഞ്ജു എവിടേക്കാ പോയെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഇല്ല മേഡം, എവിടേക്കാ പോയെന്ന് അറിയില്ല. ശരി, നീ പറഞ്ഞ ആ മേഡം ഇവിടെ വരുമ്പോ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നൽകണം, നീ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ശരി മേഡം എന്ന് സ്റ്റാഫ് പറഞ്ഞു. അല്ല, സഞ്ജുവും സ്വാതിയും അവരെങ്ങോട്ടാ പോയത് എന്ന് ചോദിച്ചതും അവരെ എവിടേക്കാ പോയെന്ന് പറഞ്ഞില്ല മേഡം എന്നറിയിച്ചു. ഉടനെ തന്നെ കവിത തന്റെ ഫോണെടുത്ത് സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ സമയത്ത് ലച്ചു സഞ്ജുവിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് എത്തി. അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചതും ലച്ചുവും ശ്രീകുട്ടിയും പുറത്തേക്ക് പോയ വിവരം അറിയുന്നു. ലച്ചു അകത്തേക്ക് കയറി വന്നപ്പോഴാണ് അവിടെ നിൽക്കുന്ന കവിതയെ കണ്ടത്. കവിത അപ്പച്ചി എന്ന് വിളിച്ചതും ഞെട്ടലോടെ ലച്ചു നോക്കി. അല്ല, ലച്ചു എന്താ ഇവിടെ എന്ന് കവിത അന്വേഷിച്ചതും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടനും ശ്രീകുട്ടി ചേച്ചിയും പുറത്തേക്ക് പോയതാ. സഞ്ജുവേട്ടൻ പേഴ്സ് മറന്നു വെച്ചിട്ട് പോയി, അത് കൊടുക്കാനായി ഞാൻ വന്നതാണ്. ഇവിടെ ഇപ്പൊ സഞ്ജുവേട്ടൻ ഇല്ലെന്നാ ഇവിടെയുള്ള ഒരു സ്റ്റാഫ് പറഞ്ഞത് എന്നറിയിച്ചു. അത് കേട്ടതും കവിത പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പോ ഇവളെ കണ്ണുവെട്ടിച്ചല്ല അവരിറങ്ങിയത്. എന്തായാലും അവർ രണ്ടുപേരും കൂടി പോയി സല്ലപിക്കുന്നത് ഇവള് കാണണം. ഇത് നല്ലൊരു അവസരമാണ് എന്ന് ആലോചിച്ച് കവിത എന്താ ഒരു പോംവഴി എന്ന് ചിന്തിച്ചു. ഉടനെ തന്നെ സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കാമെന്ന് കവിത തീരുമാനിച്ചു. വേഗം തന്നെ സഞ്ജുവിന്റെ ഫോണിലേക്ക് കവിത വിളിച്ചു. നിന്നെ ഞാൻ സഞ്ജുവിന്റെ അടുത്ത് കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ് അങ്ങനെ കവിത ലച്ചുവിനെ സമാധാനിപ്പിച്ച് വേഗം സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സഞ്ജുവും സ്വാതിയും കൃത്യമായി അവർ പോകാറുള്ള ആ ഹോട്ടലിലേക്ക് എത്തി. അവിടെ വന്നിറങ്ങിയതും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സഞ്ജു കോൾ എടുത്തു. എന്താ അപ്പച്ചി എന്ന് ചോദിച്ചതും ഉടനെ കവിത പറഞ്ഞു, അല്ല സഞ്ജു, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഓഫീസിൽ വന്നിരുന്നു, നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും സ്വാതിയും പുറത്താ അപ്പച്ചി എന്ന് മറുപടി നൽകി. അല്ല, പുറത്തെന്ന് പറഞ്ഞാൽ എവിടെയാന്ന് നിനക്ക് എന്നോട് പറഞ്ഞൂടെ? അതെന്താ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതാണോ നിന്റെ പേടി എന്ന് ചോദിച്ചതും അതൊന്നും അല്ല, ഇവിടെ സ്വാതി സ്ഥിരമായി വരാറുള്ള ആ ഹോട്ടലിലാണ് എന്ന് പറഞ്ഞു. ഓ, സ്വാതിയുടെ സ്ഥിരം ഹോട്ടൽ പാരഡൈസ് അല്ലേ എന്ന് ചോദിച്ചതും അതെ അതെ അപ്പച്ചി എന്ന് സഞ്ജു ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. സ്വാതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജു എവിടേക്ക് പോകുമ്പോ ലച്ചുവിനോട് ഉടനെ കവിത പറഞ്ഞു, അതെ അവരെവിടെയാന്ന് എനിക്കറിയാം, നീ വാ, ഞാൻ നിന്നെ അവിടെ ആക്കാം എന്ന് പറഞ്ഞ് കവിത വേഗം ലച്ചുവുമായി ആ പാരഡൈസ് ഹോട്ടലിലേക്ക് എത്തി. അവിടെ വന്ന് ഇറങ്ങിയതും ലച്ചു വളരെ സന്തോഷത്തോടെ സഞ്ജുവിനെ അന്വേഷിച്ച് അകത്തേക്ക് കയറി. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന സഞ്ജുവിനെയും സ്വാതിയെയും കവിത കണ്ടത്. ഉടനെ ലച്ചുവിനെ വേഗം ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല എന്ന് കവിത മനസ്സിലാക്കി. സഞ്ജുവും സ്വാതിയും ഒരു സ്പൂണിൽ നിന്ന് രണ്ടുപേരും ചേർന്ന് ഐസ്ക്രീം നുണയുന്ന കാഴ്ചയാണ് കവിത കണ്ടത്. ഉടനെ കവിത ലച്ചുവിനോട് പറഞ്ഞു, ലച്ചു, സഞ്ജു ഇവിടെ എവിടെയോ ഉണ്ട്, നീ എന്തായാലും ഈ പേഴ്സ് അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക. പിന്നെ ഞാനാ നിന്നെ ഇവിടെ എത്തിച്ചതെന്നും നീ അവരോട് പറയണ്ട കേട്ടോ. ഞാൻ ഇവിടുന്ന് പോവാ, നീ ഇത് കൊടുത്തതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ച് മംഗലശ്ശേരിയിലേക്ക് പോയിക്കോ. അപ്പോഴേക്കും ലച്ചു ചോദിച്ചു, അതെന്താ അപ്പച്ചി, ഞാൻ തായി പേഴ്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ, ഉടനെ തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞതും അതല്ല, എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കവിത അവിടെ നിന്ന് മാറുന്നു. ലച്ചു വേഗം അവിടെ എല്ലായിടത്തും സഞ്ജുവിനെ പരത്തി. ഈ സമയത്ത് സഞ്ജുവും സ്വാതിയും വളരെ സ്നേഹത്തോടെ രണ്ടുപേരും അങ്ങനെ ഐസ്ക്രീം ഒക്കെ നുണയുമ്പോ സഞ്ജു സ്നേഹത്തോടെ സ്വാതിയുടെ അരികിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ചെല്ലുന്നു. ഈ കാഴ്ച കണ്ടതും വേഗം സ്വാതി പറഞ്ഞു, അയ്യോ സഞ്ജു, ഇവിടെയൊക്കെ വേറെ ആളുകളുണ്ട്, ആളുകൾ കാണും എന്ന് പറഞ്ഞതും സഞ്ജു പറഞ്ഞു, അതിന് വേറെ ആരും അല്ലല്ലോ, ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞത് സ്വാതി ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പോഴേക്കും ലച്ചു സഞ്ജുവിനെ അവിടെ കാണാതെ അവിടെ ഇരിക്കുന്ന ആളുകളെ എല്ലാവരെയും അങ്ങനെ നോക്കി. സഞ്ജുവും സ്വാതിയും കൂടി ഇരിക്കുന്ന ആ ടേബിളിനരികിലേക്ക് ലച്ചുവിന്റെ കണ്ണു പോകുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം പെട്ടെന്ന് ലച്ചുവിനെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു. ലച്ചു എന്ന് വിളിച്ചതും ലച്ചു ഞെട്ടിത്തിരിച്ചു നോക്കുമ്പോൾ ഗോവിന്ദ് മുന്നിലേക്ക്, ഡോക്ടറോ എന്ന് ചോദിച്ചതും അല്ല, ലച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അതെ, സഞ്ജുവേട്ടനും ശ്രീകുടി ചേച്ചിയും കൂടെ പുറത്തേക്ക് പോകുന്നതാണ്. സഞ്ജുവേട്ടന്റെ പേഴ്സ് സഞ്ജുവേട്ടൻ മറന്നു വെച്ചു, ഞാനത് കൊടുക്കാനായി വന്നതാണ്. സഞ്ജുവേട്ടനും ശ്രീകുടി ചേച്ചിയും ഇവിടെ എവിടെയും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും കവിത വേഗം അല്പം അവിടെ നിന്ന് മാറുന്നു. ഈ സമയത്ത് ഗോവിന്ദ് അവിടെ എവിടെയാണ് സഞ്ജുവും സ്വാതിയും ഉള്ളത് എന്ന് നോക്കി. അപ്പോഴാണ് രണ്ടുപേരും വളരെ സ്നേഹത്തോടെ അടുത്തിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. ഉടനെ ലച്ചു അത് കണ്ടില്ല എന്ന് ഗോവിന്ദിന് മനസ്സിലായി. ലച്ചു അവിടെ എല്ലായിടത്തും അങ്ങനെ സഞ്ജുവിനെ നോക്കുമ്പോ ഗോവിന്ദ് എന്ത് ചെയ്യുന്നറിയാതെ ആകെ ടെൻഷനിലാവുന്നു. ഗോവിന്ദ് ഉടനെ തന്നെ സഞ്ജുവിന്റെയും സ്വാതിയുടെയും ശ്രദ്ധ എങ്ങനെ തന്നിലേക്ക് കൊണ്ടുവരുന്നറിയാതെ അങ്ങ് നിൽക്കുമ്പോ ലച്ചുവും ഗോവിന്ദും വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഗോവിന്ദനോട് ചോദിച്ചു, അല്ല എന്തിനാ ഡോക്ടർ ഇവിടെ വന്നത്, തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് എന്ന് ചോദിച്ചത്. ഗോവിന്ദ് പറഞ്ഞു, അതെ ഞാൻ മനയിലേക്ക് പോവായിരുന്നു, അപ്പോഴാണ് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി ഇവിടെ കയറിയത്. അപ്പോ അപ്രതീക്ഷിതമായി ലച്ചുവിനെ കണ്ടു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നു. ലച്ചുവും ഗോവിന്ദും കൂടി സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ കവിത ദേഷ്യത്തോടെ നോക്കുന്നു. ഇത്രയും വേഗം സഞ്ജുവിനെ സ്വാതിയും കാണട്ടെ എന്ന ആഗ്രഹത്തിൽ കവിത അങ്ങനെ നിൽക്കുമ്പോഴാണ്
അവിടുത്തെ ഒരു വെയിറ്റർ ആർക്കോ ഉള്ള ഒരു ജ്യൂസുമായി അതിലെ വരുന്നത് കണ്ടത്. പെട്ടെന്ന് ഗോവിന്ദ് അയാളുടെ കയ്യിലേക്ക് ട്രേയിലേക്ക് വേഗം കൈ തട്ടുന്നു. അതോടെ അയാളുടെ കയ്യിൽ നിന്ന് അത് താഴേക്ക് വീണു. ഈ സമയത്ത് ശബ്ദം കേട്ട് സ്വാതിയും സഞ്ജുവും നോക്കി. ഉടനെ തന്നെ സ്വാതി പറഞ്ഞു, ദേ ഗോവിന്ദ് ഗോവിന്ദ് എന്ന് സന്തോഷത്തോടെ രണ്ടുപേരും പറഞ്ഞു. ഗോവിന്ദ് വേഗം കൈകൊണ്ട് ലച്ചു ലച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോഴേക്കും ലച്ചു വേഗം തിരിയുന്നത് കണ്ടതോടെ സഞ്ജുവിനും സ്വാതിക്കും ലച്ചുവിനെ കണ്ടതോടെ അക്കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി. ഗോവിന്ദ് എന്താണ് അവരെ കാണിച്ചതെന്നും പെട്ടെന്ന് മാറിയിരിക്കാനായി ഗോവിന്ദ് കൈകൊണ്ട് കാണിക്കുന്നു. ഉടനെ തന്നെ സഞ്ജുവും സ്വാതിയും രണ്ട് സീറ്റിലായി മാറി മാറിയിരിക്കുന്നു. ഓപ്പോസിറ്റ് സീറ്റുകളിൽ ചെന്ന് ഇരുവരും ഇരുന്നതോടെ ഗോവിന്ദിന്റെ പെട്ടെന്നുള്ള അവസരോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് സഞ്ജുവും സ്വാതിയും തൽക്കാലം ലച്ചുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും താഴെ വീണ സംഭവങ്ങൾ വെയിറ്റിലെടുക്കുന്നത് ശ്രദ്ധിച്ച് ലച്ചു അങ്ങനെ നോക്കിയെന്നതും പെട്ടെന്ന് സഞ്ജുവിനെയും സ്വാതിയും കണ്ടു. ഉടനെ ഇതായിരിക്കുന്നു സഞ്ജുവേട്ടൻ എന്ന് പറഞ്ഞ് ലച്ചു വേഗം ഞാൻ പേഴ്സ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പേഴ്സ് കൊടുക്കാനായി അവിടേക്ക് പോയി. ലച്ചു അവിടേക്ക് പോകുന്ന സമയത്ത് ഗോവിന്ദ വെയിറ്ററോട് പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ഇത് എന്റെ മിസ്റ്റേക്കാണ്, സോറി എന്ന് പറഞ്ഞതും ഈ നഷ്ടപ്പെട്ട പോയതിനൊക്കെ ബില്ല് ഞാൻ പേ ചെയ്തോളാം കേട്ടോ എന്ന് വെയിറ്ററോട് അറിയിച്ചു. അയ്യോ സാറില്ല സാർ എന്ന് അയാൾ പറഞ്ഞതും വേഗം വെയിറ്ററുടെ കയ്യിലേക്ക് താൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയതിന്റെ വിഷമത്തില് തന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വെയിറ്ററുടെ കയ്യിലേക്ക് ഗോവിന്ദ് വെച്ചു കൊടുത്തു. ഈ നഷ്ടത്തിന്റെ പേയ്മെന്റ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ലച്ചു അരികിലേക്ക് വന്നു. സഞ്ജു ഏട്ടാ ദാ പേഴ്സ് എന്ന് പറഞ്ഞ് പേഴ്സ് സഞ്ജുവിന് നേരെ നീട്ടി. ഉടനെ ലച്ചുനോട് ചോദിച്ചു, അയ്യോ പേഴ്സോ, താങ്ക് യു ലച്ചു എന്ന് പറഞ്ഞ് സഞ്ജു താങ്ക്സ് പറഞ്ഞു. ഉടനെ സ്വാതി ലച്ചുനോട് ചോദിച്ചു, ലച്ചു വാ ലച്ചു ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി എന്ന് പറഞ്ഞതും സ്വാതി വേഗം ലച്ചുവിനെ പിടിച്ചരികിലേക്ക് ഇരുത്തി. ലച്ചു അവിടേക്ക് സ്വാതിക്കൊപ്പം ചെന്നിരിക്കുമ്പോ സഞ്ജു പെട്ടെന്ന് ആകെ പെട്ടുപോയ അവസ്ഥയിൽ മുഖത്ത് ഒരു ചിരി വരുത്തിക്കൊണ്ട് ലച്ചുവിനെ നോക്കുന്നു. ലച്ചു വളരെ സന്തോഷത്തോടെ സഞ്ജുവിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ സഞ്ജു ലച്ചുവിനെ നോക്കി ചിരിക്കുന്നത് ശരിക്കും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെയും ലച്ചുവിന്റെ ഒരു ശ്രദ്ധ മാറ്റാൻ കഴിഞ്ഞതിന്റെയും സന്തോഷമാണ് സഞ്ജുവിന്റെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കിയ സ്വാതി സഞ്ജുവിനെ നോക്കി പുഞ്ചിരിക്കുന്നു.